guys. ലൈറ്റ് പോയി ടോർച്ചിട്ട് നടക്കാണ്. ഇതിനിടയിൽ വയ്യും തെറ്റി വള്ളത്തിൽ വീണ് ഞാന് പൊളിച്ചാളി. അത് പൊളിച്ച് ട്രിപ്പ് പോവാണ്. ട്രെക്കിംഗ് ആണ്. കുറെ കാലമായിട്ട് പോണം എന്ന് വിചാരിച്ചൊരു ട്രെക്കിംഗ് ആണ്. പക്ഷെ ഇപ്പോഴാണ് നമുക്കൊരു ടൈം ഒത്ത് കിട്ടിയത്. 4 ആൾക്ക് ഒരുമിച്ച് ലീവും കിട്ടി. വേറെ ഒരു ഇടങ്ങാറുമില്ല. പഠിച്ച ദിവസം അയച്ചിട്ട് ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി. അതെ, കുറച്ച് കുറുക്കുറ എടുത്ത് വണ്ടിയിലിട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കുക. സ്ഥലം പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആയിക്കോട്ടെ, സർപ്രൈസ്. അത് സർപ്രൈസ്. ബാക്കിയെല്ലാം നമുക്ക് വയ്യേ കാണാം. റൂമിലെത്തിയിട്ടുണ്ട്. എനിക്കല്ലേ റൂം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ആരി കടന്നിട്ട് ഫുഡും കഴിക്കാൻ വളർന്നാണ്. മോർണിംഗ് ഗൈസ്. അപ്പോ ഇതിപ്പോൾ എണീച്ചിറങ്ങാൻ നിൽക്കാം നമ്മള്. സമയം ഒരു 4:30, 4:45. അപ്പോൾ 3 മണിക്ക് ഇറങ്ങാൻ എന്താ, 3 മണിക്ക് എണീച്ച് 4 മണിക്കേക്ക് ഇറങ്ങണം. 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതാ. എവിടെ ശ്യാമെന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എണീക്കുന്നത്. പിന്നെ ഓരോ ആൾക്കാർ റൂമിൽ പോയി നോക്കാം എന്താ അവസ്ഥ. എൻ്റെ മോനെ വിഷയോ ഓൾറെഡി ഓരോ ആൾക്കാരത് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ആൾക്കാർ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്റെ മോനെ സീന്. ഇതൊക്കെയാണ് രസം. ഇതൊക്കെയാണ് ഇതിന്റെ രസം. അപ്പൊ ഇത് ഇറങ്ങാൻ പോവാണ്. റെഡി ആയിക്കുന്നത്. പോവാ. നമ്മൾ ഇറങ്ങാൻ നിന്നിരുന്നു. അപ്പൊ മനസ്സിലായി ഇവിടെ ഫ്രീ ചായ ഉണ്ട്. കുറച്ച് ചായയെല്ലാം കുടിച്ച് ഫ്ലാസ്കിലൊക്കെ എടുത്ത് ഇറങ്ങാന്ന് വെച്ച്. അതെ അതെ, അവിടെ കേറിയിട്ട് ചായ കുടിക്കാലോ നമുക്ക്. അതിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഗൈസ്. അതെല്ലാവരും ഹോട്ടലൊക്കെ വരുന്നുണ്ടാക്കി. സെക്കൻഡ് ബ്രെഡിൽ ന്യൂട്രല തേക്കുന്നു. നമുക്ക് മേലൊന്ന് കുടിക്കാനുള്ള ചായ. അതെ അതെ അതെ. All set? All good. Yeah. ആ മലയാണ് നമുക്ക് കണ്ടത്. വെറുതെ വണ്ടി പാർക്ക് ചെയ്തതാ. നേരെ പേയ്മെന്റ്. ഇത് ഈ റൂട്ടാണ്. സ്റ്റാർട്ടിങ് ഹൈ. അവിടെ കാണുന്നതാണ് ബെൻസ്. അതാണ് നമ്മൾ കയറുന്നത്. അത് രസമാവും. നമ്മൾ പോവാണ്. പോയി നോക്കാം.
നിസ്സാരം നിസ്സാരം. നിങ്ങളിപ്പോൾ കാണുന്ന വിചാരിക്കൂ നമ്മൾ കുറേ കയറിയുണ്ട്. 100 മീറ്റർ മേലേക്ക് നടന്നിട്ടുള്ളൂ. അയ്യോ, പക്ഷെ നമ്മളിത് പിടിച്ചെടുക്കും. നമ്മളിതവിടെ ചെറിയ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. എല്ലാവരും ഉണ്ട്. ഷാനൊക്കെ നല്ല കിതച്ചിട്ടാണ്. റസലിന് കയറാൻ തന്നെ കഴിയുന്നില്ല. ഇഷാമാണ് ഫസ്റ്റ് ഉള്ളത്. ചെറിയൊരു ആപ്പിൾ. സ്പീഡാ നമ്മൾ അതിലെ നേരെ മേലേക്ക്. അതെ ഇവിടെ വരെയുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് മഞ്ഞാണ്. നമ്മളൊരു 3/4 ഭാഗം കയറിയിട്ടുണ്ടാവും. 3/4 അല്ല, 1/2 ഭാഗം കയറിയിട്ടുണ്ടാവും. നമുക്ക് മലൻ്റെ നടുവിലൊരു ടാണ് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങോട്ടേക്ക് അടിപൊളി വ്യൂ ആണ്. കിട്ടില്ല. ഇനി അങ്ങോട്ട് മഞ്ഞുമല, എന്നിട്ട് മേലെ അവണ്ടെത്തണം കറങ്ങിയിട്ട്. നമ്മൾ ആ വഴി അവിടുന്ന് വന്നിക്കണത്. അത് വന്ന് കയറിയതാ, കയറി ഫുള്ള് മഞ്ഞാണ്. ഇനി മേലേക്ക് പോകണമെങ്കിൽ ഇന്ത സാധനമാണ് ക്രാംപോൺസ്. മുള്ള് കാലുമ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ നേരത്തേക്ക് ഊരിയെത്തും. ഇതെങ്ങനെയാ ഇടുന്നതെന്ന് നോക്കാം നമ്മള്. ചങ്ങായി ഇങ്ങനെ നല്ലടാ. വീഡിയോ ഒക്കെ വലിയ കാര്യത്തിലേ അങ്ങനെയല്ല ഇഷ്ടം. അപ്പുറത്ത് പോയിട്. അപ്പോൾ ഗൈസ് നമ്മൾ ഹാഫ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ ഫുള്ള് സ്നോ ആണ് എനിക്ക് കയറുന്നത്. എനിക്ക് കയറാൻ നമുക്ക് എക്യുപ്മെൻറ്റ്സ് വേണം. ഇഷാമേ എന്താ കയ്യിലുള്ള? ഇനി മുള്ളുമാണ്. ക്രാംപോൺസ് ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഇനി നടക്കും. ഇങ്ങനെ ചുറ്റി വേണം പോവാനേ. പക്ഷെ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കയറിക്കണേ. അത് അവിടെ എത്തിക്കുന്നത്. അമ്മമാരൊന്ന് മോട്ടറാക്കി നോക്കാം. എടാ ഇത് പിടിക്ക. റസലായി നിക്കല്ലേ. എന്നാ ബാക്കി ചേരുവാ. ഇത് കയറണം ഗൈസ്. അത് രസാവും ഗൈസ്. നമ്മൾ മോട്ടറായിട്ടേ ഈ വഴി കയറിയതാണ്. അയ്യോ, മര്യാദക്ക് മറ്റേ വഴി പോയാൽ മതിയായിരുന്നു. Thanks brother. Keep going. Yes. നമ്മള് ശരിയായ ടീമാണ് കേട്ടാ. മോട്ടർ എന്നെല്ലാം പറഞ്ഞാല് A-class മോട്ടർ. ഇതിന്റെ താഴത്തേക്ക് കണ്ട ഒന്ന് വീണ കഴിഞ്ഞ്. കിട്ടില്ല വ്യൂവാ. ശ്യാമ ഒരു ഹായ് തരൂ.
ചാനൊരു ഹായ് തരൂ. കാണുന്നുണ്ടോ അറിയില്ല, ആ മേലെ അത് റസല്. അവൻ മര്യാദക്കുള്ള റോട്ടിൽ കൂടെ പോയതാ, ഓന് പാടെത്തി. നമ്മൾ ഈസി പിടിച്ചതേനി. എന്തായാലും രസമായി. ഓ കയറണ വന്ന കയറിട്ടാ പോ. ബിലു എന്താ സംഭവിച്ചത്? ക്രോമോൺ ഊരി പോയോ? നമ്മളൊരു വെറൈറ്റി ട്രയൽ പിടിച്ചിട്ടുള്ളത്. ഇപ്പം എങ്ങനെ പോകുന്നൊരു ഐഡിയ ഇല്ല. ഇവിടെയാണ് വയ്യില്ല. അതെ, കുറേ നടക്കാനുള്ളൊരു ഭാവതില്ലാത്തതുകൊണ്ട് നമ്മളെന്താക്കി മല വലിയ കയറാന്ന് വിചാരിച്ചേ. മസിലേരി ചക്കര നടക്കുന്നത്. പക്ഷെ കിടിലം വ്യൂ ആണ് മക്കളെ. വ്യൂ ില്ല. ഐ ആം ഓൾറൈറ്റ്. ഇനിയുമുണ്ടോ ചേർക്കാൻ? ഒരു കോട്ടറും കൂടി കയറിയാൽ മതി. ലോല അവിടെ നിസ്സാരം. തീരുമാനമായിക്കണേ, പക്ഷെ കയറണം. എന്തൊരു കയറ്റാണ്. ഇനി ഒരു അരമണിക്കൂറും കൂടി. ഒരു സാധനം കാണുന്നില്ല. മഞ്ഞ് പെയ്യുന്നു. അടിപൊളി. 10 മീറ്ററാ? ബാക്കിയോ കണ്ണടച്ചിട്ട് അത്രയും കാണുന്നില്ല. വിഷയമാണ് ഗായ്സ്. 5 മീറ്റർ മുമ്പിലേക്കൊന്നും കാണുന്നില്ല. സീരി ഫുൾ കോട. അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്. സെറ്റപ്പായി ഗായ്സ്. ലാസ്റ്റ് 10 minutes ആണ്. ചെക്കന്മാരുള്ളത് അങ്ങോട്ട് കയറി. ഒന്നും കാണാനില്ല. വാ 5 മീറ്റർ മുമ്പിലേക്കൊന്നുമില്ല. ഫുള്ള് ഇങ്ങനെ അങ്ങനെ ഗായ്സ് ബെന്നവിസ് കയറുന്നു പറഞ്ഞ് കയറി സമ്മിറ്റ് അടിച്ചു ഗായ്സ്. അതാണ് നമ്മളെ വീട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊരു ചായ കുടിക്കണം. യോ വേണ്ടോ? ചക്കര വീട് നോക്കാൻ പോവാ. എന്താ സീൻ? ലോക്കാണ്. ഞാൻ പോയി നോക്കട്ടെ.
അറിയടാ. ഇങ്ങനെ ഇത് നല്ല താഴത്തായിരുന്നു. ഇതിപ്പോ ഈ തല്ലത്ത് എത്തിക്കണം. 2 അടി അടിക്കണം പവറിൽ. ഇങ്ങോട്ട് കിട്ടിയേ ലാസ്റ്റ്. സുനീഷ, വിനീഷ, രമേശ ഇങ്ങ് പോരെ. എന്റെ മോനെ അയ്യോ സീന് ഗൈസ്. സ്വർഗം. യാവാ പാലമാറ്റോ വലിക്കല്ലേ, വലിച്ചു പിടിക്കല്ലേ, ആസ്വദിച്ച് പിടിക്കേ. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടിയല്ലേ. ഞാൻ ചായ കുടിക്കാറില്ല. നമ്മൾ തിരിച്ചറിഞ്ഞാണ്. ചുറ്റും നോക്കിയാലറിയാം ഒരു സാധനം കാണുന്നില്ല. 5 മീറ്റർ അപ്പുറത്തേക്ക് എജ്ജായി കോടസ്റ്റാ. ചെക്കന്മാർ ലീഡ് ചെയ്യുന്നുണ്ട് മുമ്പിൽ. ആ നാടയാ കുഴപ്പമില്ല. നല്ല ടൈറ്റാണ്. ടൈറ്റല്ലേ? ടൈറ്റാ. നിങ്ങളെ ബ്ലോഗറിന് കിടൻ പോലെ കെട്ടാറിയാന്നാ പറഞ്ഞു. 3500 പക അത് വീട്ടാനുള്ളതാണെന്ന് പറഞ്ഞത്. പക അത് വീട്ടാനുള്ളതാണ്. മോനെ രാജവമ്പാലക്കില്ല ഇത്രക്ക് വിഷം. എന്നോടാ നായ്ക്കളെന്നാ പറഞ്ഞറിയാം. 3/4 മണിക്കൂറുണ്ട്. ആകെയുള്ള മോട്ടിവേഷനും കൂടി. മേലെ വാമാ മേലെ വാമുവാ ആടെ ഇന്നോ സൺസെറ്റായി. അതേക്കാൾ സൺസെറ്റ്. രാത്രിയാവും താഴത്ത്. ക്ലൗഡൊക്കെ മാറിയിട്ടുണ്ട്. ഹൈസ് ലൈറ്റ് പോയി. ടോർച്ചിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വയ്യും തെറ്റി. ചെക്കര നോക്കാൻ പോകുന്നുണ്ട്.
നമ്മൾ നേരത്തെ കണ്ടിട്ടാണ് അവിടെയുള്ളത്. ലോല അവിടെ വൈതെറ്റി ഇങ്ങനെ വന്ന് നോക്കുമ്പോണ്ട് സൈഡിൽ നിന്നൊരു ലൈറ്റ്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ വീണ് ഞാൻ ഫുൾ ചളി. അത് പൊളിച്ച് ഗൈസ്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുകയാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ ഒന്നും കാണില്ല ഗൈസ്. ഒന്നും പൂരാ കൂരിട്ട് ഇതിലെ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കോമഡി എന്താണെന്ന് വെച്ചാൽ നാളെ എല്ലാവർക്കും ഷിഫ്റ്റ് ഉണ്ട്. അതും രാവിലെ 8 മണിക്കൊക്കെ പോണോ? അത് രസമാവും. അതൊക്കെയാണ് പൊളിക്കുക. ഓ മൈ ഗുഡ്നെസ്, എന്താവും എന്തോ അത് നോക്കാം. ഇൻഷാല്ലാ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ താഴ്ത്തെത്തും. പിന്നെ ഒരു 5.5 മണിക്കൂർ ഡ്രൈവ്. ഓ അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ സീൻ ഗൈസ്. ടോർച്ച് മാൻ മൂവിയിലുണ്ട്. ഫ്ലഡ് ലൈറ്റ് അതാ അതെ അതാ കിടക്കുന്നു. ബ്രേക്ക് എടുക്കണോ? ചെറിയൊരു ബ്രേക്ക് ടൈം. കുർക്കുറെ ഷൂ ഒന്നോട്ട് ഊരപ്പെട്ടില്ല. സ്വർഗം. ഓരോ ആൾക്കാരും ആ സ്വർഗം കണ്ടോണ്ടിരിക്കുന്നത്. വിഷയം ഗൈസ്. ഇവിടെ നാട്ടമരല്ലോ ഇവിടെ വെക്കാം.